അർഡാറ്റ്സിന്റെ പുതിയ വീഡിയോയുടെ എല്ലാവരും സാധനം. ഇന്ന് നമ്മൾ ഉള്ളത് അനന്തു എന്ന് പറയുന്ന ബ്രോ ആണ്. ഹലോ ബ്രോ. ഹായ്. അമൽ ജ്യോതി എന്ന് പറയുന്ന കോളേജാണ് അനന്ത് പഠിക്കുന്നത്. ഏത് ഇയറാ? ഞാൻ തേർഡ് ഇയർ അല്ലേ? ഓക്കെ, നമുക്ക് എന്താ ഇരിക്കാം. ഓക്കെ. അപ്പം ബ്രോ എന്താണ് ഇപ്പൊ ഡെവലപ്പ്? ഇലക്ട്രോണിക് സെക്ഷൻ ആണ് അല്ലെ? എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ഒരു 3D ഡിസ്പ്ലേ സിസ്റ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു നെക്സ്റ്റ് ലെവൽ ഒരു അഡ്വർടൈസ്മെന്റ് ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ സിസ്റ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ നമുക്കറിയാം, നമ്മളിപ്പോൾ സാധാരണ ഫ്ലെക്സ് ബോർഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാനലിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം കാണാൻ പറ്റും പല പല ടൂൾസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ ഇന്ററാക്റ്റീവ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ കിട്ടുന്ന ഒരു 3D ഹോളോഗ്രാംസ് 3D ഡിസ്പ്ലേസ് ആണ് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി. ഓക്കെ. ഇപ്പം കറന്റ് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഈ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇത് കൊണ്ട് പ്രൊഡക്റ്റ്. ഇപ്പൊ ഇത് എവിടുന്നാ ഈ പ്രൊഡക്റ്റ് ഇറക്കി ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്? ആക്ച്വലി നമുക്ക് തന്നെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് ടെക്നോളജിയുടെ അഭാവം പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കുറവായതുകൊണ്ട് നമ്മൾ ചൈനയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് പവർ സോഴ്സ് ചെയ്യുന്ന ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്നൊരു ഇന്നോവേഷൻ, നമ്മുടെ ഭാഗത്തു നിന്നൊരു എഫോർട്ട് ഇട്ട് നമ്മളൊരു ഇതിനെ ഈ നമ്മളിപ്പോ ഹോളോഗ്രാം ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പോർട്ടബിൾ വേർഷൻ പവർ സോഴ്സ് ഉപയോഗിച്ചിട്ട് ബാറ്ററി വെച്ചിട്ട് ഉപയോഗിക്കുന്ന രീതിയിലോട്ട് ആക്കി അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾക്കൊരു ടീമുണ്ട് ബേസിക്കലി. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ 3 പേരുണ്ട്. അപ്പോൾ അവർ ടെക്നോളജി ആയിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ടെക്നോളജിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ അതിനോടനുബന്ധിച്ച് കൂടുതൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇന്നോവേഷൻ ഇടണമെന്ന് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു, ഈ പവർ സോഴ്സിന്റെ പ്രശ്നം. ഇപ്പോൾ വെളിയിലൊക്കെ നടക്കുന്ന ഇവന്റ്സ് ഒക്കെ ആണെങ്കിൽ പവർ സോഴ്സ് ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിന് പോർട്ടബിൾ ആക്കുവാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കോളേജിൽ തന്നെ ഇതിനൊരു വിങ് ഉണ്ടല്ലേ? നമ്മുടെ കോളേജിൽ അതെ. അപ്പോൾ നമ്മുടെ കോളേജ് സ്റ്റാർട്ടപ്പ് വാലി എന്ന് പറഞ്ഞൊരു ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. അപ്പോൾ അവിടെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, പിന്നെ മെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ടൂൾസ് എല്ലാം ഉണ്ട്. അവിടുത്തെ ഓക്കെ. ഇപ്പം മേജർ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെളിയിൽ കൂടി ക്ലയന്റിനെ പിച്ച് ചെയ്യുന്നുള്ളതാണ്. അതെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമേഴ്സ് ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഓണ്ടർപ്രണർ ജേർണിയിൽ ആദ്യമായിട്ടാണ്. നമുക്ക് അതിൻ്റെതായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സെയിൽസ് മാർക്കറ്റിംഗിലാണ് നമ്മുടെ വീക്ക് പോയിന്റ്സ്. ഇപ്പൊ ടെക്നോളജി സൈഡ് ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, പക്കയാണ്. പക്ഷെ നമുക്ക് ഈ മാർക്കറ്റിംഗ് സെയിൽസിലാണ് കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആക്ച്വലി ഇതൊരു മാർക്കറ്റിംഗ് ടൂളാണ് ആക്ച്വലി. അപ്പോൾ അഡ്വർടൈസ്മെന്റ് കസ്റ്റമേഴ്സിന്റെ ഇപ്പോൾ പല പല ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് ബിസിനസ്. ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഒരു സ്പെസിഫിക് ഏരിയ എടുക്കുകയാണെങ്കിൽ ജൂവലേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ കുറെ ജൂവലേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ ഒരു ബിസിനസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകണമെങ്കിൽ അല്ല ആ ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഒരു ടൂൾസ് ആവശ്യമാണ്. അപ്പൊ ആ കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് വ്യത്യസ്ത തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്. ഇതിപ്പം അധികം നമ്മുടെ കേരളത്തിൽ കണ്ടുവന്നിട്ടില്ല ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ഹോളോഗ്രാം സെറ്റപ്പ്. ഒന്നാമത്തെ നിങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. ഞാൻ തന്നെ ഇപ്പൊ എറണാകുളത്ത് ഇഷ്ടംപോലെ ഏരിയാസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന്. പക്ഷെ അവരെല്ലാം പറയാം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. എന്ന് വെച്ചാൽ ഈ LED ബോർഡ്സും കാര്യങ്ങളും ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. അപ്പോ ഇത് ഏറ്റവും നല്ലൊരു ബിസിനസ് ഏരിയയും കൂടെയാണ് അല്ലെ? അപ്പൊ അതില് കുറെ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേറൊരു ലെവലിലോട്ട്. അപ്പൊ നിങ്ങൾക്കൊരു പിന്നെ കമ്പനി നമ്മളൊരു കമ്പനി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് ആഡ് ഓൺ ടെക്നോളജീസ് ആണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഓൺ എന്നാണ് ഉദ്ദേശിച്ചത്, ആഡ് ഓൺ. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ടൂൾസ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ബാക്കിലേക്കാണ്. പ്രത്യേകിച്ച് ഈ അഡ്വർടൈസ്മെന്റ് മേഖല തന്നെ. ഇപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ ചൈന, അമേരിക്ക അതുപോലൊക്കെ കൺട്രീസിലാണെങ്കിൽ പോലും ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് എടുത്താൽ പോലും അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ടെക്നോളജി വളരെ കൂടുതലാണ്, ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും LED ബോർഡ് സാധാരണ മോണോ കളർ, അതിപ്പോ റെഡ് ആണ് റെഡ്, ഗ്രീൻ ആണ് ഗ്രീൻ, അങ്ങനെ ഒരു LED ബോർഡിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ആ ഒരു ഏരിയയിൽ. അതെ. പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ അത്ര സെയിൽസിന് അത്രയും ഗ്രോത്ത് ഉണ്ടെന്നുള്ളതാണ്. അതെ. കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ആ ഒരു കോമ്പറ്റീഷനിൽ അവർ ആ ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ക്രൗഡിൽ നിന്ന് മാറി നിന്ന് വ്യത്യസ്തരായി നിൽക്കണമെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ ഉറപ്പായിട്ടും വേണം. അപ്പൊ കസ്റ്റമേഴ്സ് വന്നാലേ സെയിൽസ് നടക്കുന്നുള്ളൂ. അപ്പൊ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള ടൂൾസ് ഉറപ്പായിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ഓണേഴ്സ് കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് ബാക്കിലേക്കാണ്. അപ്പൊ ഇതുപോലുള്ള ടൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സെയിൽസ് കൂടാൻ പറ്റുന്ന കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഇപ്പൊ നിലവിൽ ഏതൊക്കെ മേജർ ക്ലയൻസ് ഇപ്പൊ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച്? ഇപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ജൂവലേഴ്സ് ടീമിന് നമ്മൾ ഇത് ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ ഉറപ്പായിട്ടും നമ്മുടെ ക്ലയന്റ് ആയിട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ടെഡെക്സ് ഇവന്റിന്
ടെഡ് ഇവന്റിന് ഈ സർവീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3 പിന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള ബിസിനസ് ആൾക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിഗ് സ്കെയിലേക്ക് കേരളത്തിൽ ഒരു ബിസിനസ് ആ ഒരു വൈഡ് റേഞ്ചിലേക്ക് പ്രോഡക്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കി സ്കെയിൽ ചെയ്തിട്ട് സാധനം എക്സ്പോർട്ട് വരെ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടാവും ഈ ഒരു. അതെ, ആക്ച്വലി നമ്മുടെ ഒരു അംബീഷൻ കൂടെ അതാണ്. നമ്മൾ ചൈന ഇമ്പോർട്ട് ചെയ്താണ് ഇതിപ്പോ ചെയ്തേക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ഒരു ഇന്നോവേഷൻ ഉണ്ട്. ഇനി അത് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞാൽ പോലും പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് അസംബിൾ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ മാനുഫാക്ചറിംഗിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ടെക്നോളജി ഒന്ന് അറിഞ്ഞിരിക്കാനും പിന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒന്ന് കോമൺ ആക്കാനും വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പം ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള പോർഷൻ അല്ലേ? അതെ, ഇതാണ് മേജർ ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇവിടെ LED ഇതൊരു LED പാനലാണ്. അപ്പൊ ഇതൊരു ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതൊരു ഫാനിന്റെ ലീഫ് കണക്ട് ചെയ്ത രീതിയിലാവും. അപ്പൊ ഇതിന്റെ ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഹോളോഗ്രാം എഫക്ട് കിട്ടുന്നത്. ഇവിടെ ക്ലിപ്പ് ഉണ്ടല്ലേ? ക്ലിപ്പ് കണക്ട് ചെയ്യും. ഓക്കെ. ഇതാണ് അപ്പൊ ഐറ്റം അല്ലേ? ഇതാണ് ഐറ്റം. ഓക്കെ. ഇപ്പം ബാക്ക് നമുക്ക് എല്ലാവരും കാണാൻ പറ്റുക. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിലോട്ട് ഫിറ്റ് ചെയ്യണം. അതെ, നമുക്ക് ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. അപ്പം ഹോളോഗ്രാം ഫാൻ ഇപ്പൊ എത്തിയിരിക്കുകയാണ്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ എന്തൊക്കെയാ വരുന്നത്? ഇവിടെ പവർ സോഴ്സ് ചെയ്യാനുള്ളതല്ലേ? ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ചാർജിങ് ഉണ്ട്, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഈ ഫാൻ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഇപ്പൊ ഷോപ്പിൽ ഇപ്പൊ എവിടെയാണ് ആൾക്കാർ കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ മൊബൈൽ ആപ്പ്. അതെ, നമുക്കിപ്പം ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് കണ്ടന്റ് ഇട്ടിട്ട് നമുക്ക് ഫോണിൽ വൈഫൈ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. വൈഫൈ വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? അതെ, വൈഫൈ വെച്ചിട്ടാണ്. അപ്പം ഇമേജസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഫോണിന്റെ ആപ്പിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിപ്പോ നമുക്ക് വീഡിയോ ആണെങ്കിലും ചെയ്യാം, ഫോട്ടോ ആണെങ്കിലും ചെയ്യാം, എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് നമുക്ക് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫോണിൽ വാട്സാപ്പിൽ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് ഫോൺ എടുക്കുക, നമ്മുടെ ഈ ആപ്പ് എടുക്കുക, അതിനുശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഇതിനോട്ട് വൈഫൈ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പൊ എത്ര ഇമേജസ് അറ്റ് എ ടൈം നമുക്ക് ഇതിലോട്ട് ഇടാൻ വേണ്ടി? നമുക്ക് അറൌണ്ട് 8 GB വരെ കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ ബിൽഡ് മെമ്മറി ഉണ്ട്. അതെ, 8 GB വരെ മെമ്മറി ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഒരു റിമോട്ട് വരുന്നുണ്ട് അല്ലേ? അതെ, നമുക്ക് ആപ്പിന് പുറമെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ വേണ്ടി ഒരു ചെറിയ റിമോട്ടും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. എന്തൊക്കെ ഫീച്ചർ അപ്പോ ഇതിന്റെ റിമോട്ടില്? റൺ ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്. നമുക്കിപ്പോ കണ്ടന്റ് മാറ്റി പ്ലേ ചെയ്യണമെങ്കിൽ അതിന് മ്യൂസിക് പ്ലെയറിലൊക്കെ ഉള്ള സാധാരണ പ്ലെയറിലൊക്കെ ഉള്ള പോലെ. ഓക്കെ ഓക്കെ. പിന്നെ അധികം ലൈറ്റ് വേണ്ടെങ്കിൽ നമുക്ക് അത് ബ്രൈറ്റ്നസ് കുറയ്ക്കാനും പറ്റും. ഓക്കെ. രാത്രിയിൽ പകല് ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അതും അടിപൊളിയാണ്. അപ്പം നമുക്കത് റൺ ചെയ്യാം. ഓക്കെ. ഇതിൽ സിമ്പിൾ ആണ്. ഇതിൽ രണ്ടെന്ന് പറഞ്ഞ ബട്ടൺ നിൽക്കുവാണെങ്കിൽ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ. സംഭവം എന്തായാലും ശേഷം അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ 3D ആയിട്ടുള്ളൊരു പിക്ചറാണ് അല്ലെ? അതെ. ഇപ്പൊ ആക്ച്വലി നമ്മളിതൊരു നമ്മുടെ ടീം തന്നെ ഒരു ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഹെൽപ്പോടെ ജനറേറ്റ് ചെയ്ത ഒരു ഔട്ട്പുട്ട് ആണ്. അപ്പോൾ നിങ്ങളുടെ നീഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസിന്റെ നീഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ കണ്ടന്റ് ചെയ്തിട്ട് നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. 3D ഇമേജസ് ബിൽഡ് ചെയ്യാനുള്ള ടീമും നമുക്കുണ്ട്. അതെ, 3D കണ്ടന്റ് ചെയ്യാനുള്ള ടീം നമ്മുടെ ഒപ്പം റെഡിയാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള കണ്ടന്റ് മീഡിയയും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിലെല്ലാം പാക്കേജ് ഇൻബിൾട്ട് ആണ് അതിന്റെ. അതെ, ഇപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് സെയിൽ നടക്കുമ്പോൾ ആദ്യത്തെ കണ്ടന്റ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നമ്മുടെ കണ്ടന്റിന്റെ അവർക്ക് വേറെ ഇമേജസ് വേണമെന്ന് പറയുവാണെങ്കിൽ അതിൽ ചാർജ് വെച്ചിട്ട് ചെയ്തു കൊടുക്കും. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ.
ഇതിപ്പോ 2Dയും പ്ലേ ചെയ്യാൻ പറ്റും അല്ലെ? അതെ, നമുക്കിപ്പോ സാധാരണ ഇപ്പോ നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ ടിവിയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു ഇമ്പാക്ട് ആണെങ്കിൽ നമ്മുടെ 3D കണ്ടന്റ്, നമ്മുടെ തന്നെ 3D കണ്ടന്റ് ഡിസ്പ്ലേ ആണെങ്കിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ടിവിയിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു എഫക്ട് ഉണ്ടാവും. 3D കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത്, ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന്റെ അറ്റൻഷൻ കിട്ടണമെങ്കിൽ 3D കണ്ടന്റ് തന്നെ പ്ലേ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് മൊബൈലിൽ കാണുമ്പോൾ എന്റെ മൊബൈൽ ആയതുകൊണ്ട് അത്രയും ഫ്ലിക്കറിങ് അടിക്കും തോന്നുന്നുണ്ട്. അതെ, നമ്മുടെ LEDs ബ്ലിങ്ക് ചെയ്യുന്നത്, ടെക്നോളജി എന്ന് പറയുമ്പോൾ LEDs നമ്മുടെ ഫ്രെയിംസ് പെർ സെക്കൻഡ് അനുസരിച്ച് ബ്ലിങ്ക് ചെയ്തിട്ടാണ് നമുക്ക് എഫക്ട് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണല്ലേ, ഇപ്പം നമ്മൾ നേരിട്ട് കാണുവാണെങ്കിൽ നല്ലൊരു പെർഫെക്ഷൻ തന്നെ കാണുന്നുണ്ട്, പെർഫെക്ഷൻ നന്നായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം ഇത് എന്റെ ഷവോമിയുടെ ഫോൺ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കുറച്ചൊരു പ്രോബ്ലം ഫ്ലിക്കറിംഗ് ഉണ്ടാവും. അപ്പം മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു കാര്യമാണ് എങ്ങനെ ഇത് അവരുടെ ബിസിനസ്സിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട്. അതെ, മനസ്സിലായോ? അപ്പോ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോ ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം ഇപ്പൊ വഴിയുടെ സൈഡിൽ, റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ വഴി കുറെ ആൾക്കാർ പോകുന്നുണ്ട്, വണ്ടിയിലാണെങ്കിലും നടന്നാണെങ്കിലും കുറെ ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും തന്നെ നിങ്ങളുടെ കടയിലേക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ഒക്കെ താഴോട്ടാണെങ്കിൽ ഇത് കൊണ്ട് നിർത്തുവാണെങ്കിൽ തന്നെ മാക്സിമം ആൾക്കാരുടെ അട്രാക്ഷൻ നിങ്ങളുടെ കടയിലേക്ക് വരും. ഇതിലേക്ക് വരുന്നതോടൊപ്പം നിങ്ങളുടെ കടയിലേക്ക് കൂടെ മാറുകയാണ്. അപ്പൊ അതൊരു സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. പിന്നെ അതിന് പ്രൊഡക്റ്റ് ആയിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റൂല്ലോ ഇത് വെച്ചിട്ട്. ഇപ്പം ജ്വല്ലറിയുടെ കാര്യം പറഞ്ഞു. അതെ, ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് പല പല ഹൈ മാർജിൻ ആയിട്ടുള്ള, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന കുറെ പീസസ് ഉണ്ടല്ലോ, ജ്വല്ലറി പീസസ്. അപ്പൊ അതിനെ അവർക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിനൊരു ഡിസൈൻ ഇതിനകത്ത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അവർ കസ്റ്റമേഴ്സിന് ആ ഒരു ജ്വല്ലറി പീസിന് തന്നെ വലിയൊരു ഇമേജ് കിട്ടുക. അപ്പോൾ കൂടുതൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനും പിന്നെ ആ പ്രൊഡക്റ്റിലേക്ക് അട്രാക്ഷൻ കൂടാനും അവർ കസ്റ്റമേഴ്സിന് ആക്ച്വലി ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തോന്നുന്നു. അത് മാത്രമല്ല, ഇപ്പൊ പുതിയ പ്രൊഡക്റ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്യുവാണെങ്കിൽ അത് ഇതിലിടുവാണെങ്കിൽ ആൾക്കാർ അഡ്രസ് ചെയ്യും, പുതിയ പ്രൊഡക്റ്റ് ആണ്, ന്യൂ ലോഞ്ചിങ് ആണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ പ്ലേ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. അതെ, കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് ഒരു കാര്യം കൺവേ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു ടൂളായിരിക്കും. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ വിൽക്കുവാണെങ്കിൽ, സൂപ്പർ മാർക്കറ്റിൽ ഒരു ഓഫേഴ്സ് ഒക്കെ വിൽക്കുവാണെങ്കിൽ അകത്ത് വെച്ചാൽ, ഇപ്പൊ പുറത്ത് വെച്ചാലും ഡേ ലൈറ്റിലൊക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അതെ, ലൈറ്റിംഗ് ആണല്ലോ. അതെ, ഡേ ലൈറ്റിൽ അത്യാവശ്യം ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, നൈറ്റിലാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ബ്രൈറ്റ്നസ് കൂടുതലാണെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനുള്ള ടൂൾസ് റിമോട്ടിൽ തന്നെ ബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജുവലേഴ്സിൽ ഇപ്പം ഓൾറെഡി ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് വെക്കാൻ. അതെ, ഇപ്പൊ ഇങ്ങനെ ഈ 3D ഹോളോഗ്രാഫ് ആൻഡ് അവർക്കിപ്പോ ഒരു ഒപ്റ്റിക്കൽസ് നമ്മുടെ അടുത്ത് വന്നായിരുന്നു സെറ്റ് ചെയ്ത് കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജുവലേഴ്സ്, അപ്പം അവരുടെ നീഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഓരോ പ്രൊഡക്ട്സ് ഉണ്ട്. ആ പ്രൊഡക്ട്സിനകത്ത് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. കാരണം അതിലേക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ അട്രാക്റ്റഡ് ആവുകയാണ്. അപ്പൊ അവർക്ക് ഈ സാധനം മേടിക്കാൻ തോന്നും കസ്റ്റമേഴ്സിന്. അപ്പൊ പിന്നെ ഇതെന്ന് വെച്ചാല് ഫ്രീ ആയിട്ടാണല്ലോ. ഇപ്പൊ ഫാൻ ആണെങ്കിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ തട്ടും എന്നുള്ളൊരു പ്രോബ്ലം ഇതിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കവർ സെപ്പറേറ്റ് അത് മെയ്ഡ് ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഇപ്പൊ ഇതിന്റെ എഫക്ട് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ടാണ്, ഇതിന്റെ ബാക്കിലൊന്നും ഇല്ലാത്ത നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കൂടുതൽ എഫക്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊരു കവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അക്ലിക്കിന്റെ കവറുണ്ട്, ഗ്ലാസിന്റെ കവറുണ്ട്. അപ്പൊ ഇതുപോലെ ഈ സെയിം എഫക്ട് തന്നെ ആ കവർ വെച്ചാൽ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നില്ല, ആരെങ്കിലും പോയി പിടിക്കുവോ അല്ലെങ്കിൽ തട്ടുവോ എന്നുള്ള ഇഷ്യൂസ് വരുന്നില്ല. ഇങ്ങനെയാണ് എത്ര രൂപയാണ് ഈ പ്രൊഡക്റ്റിന് വരുന്നതെന്ന് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ എമൗണ്ട് എത്രയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ? ഒന്നാമത്തെ കാര്യം ക്വാളിറ്റി ഒക്കെ ഇതിന് ഡിപ്പെൻഡഡ് ആണ്. ഇപ്പൊ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിലുണ്ട്. അപ്പം അതിനപേക്ഷിച്ച് എത്രയാണ് എമൗണ്ട്, എങ്ങനെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ, സർവീസിന്റെ കാര്യങ്ങളാണെങ്കിലും? ആക്ച്വലി നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ നമ്മൾ പാക്കേജിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 year വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലൈഫ് ലോങ് സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വാറന്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദ്യം ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്വാളിറ്റി കണ്ടന്റ് പ്ലസ് 1 year വാറന്റി പിന്നെ സർവീസ് ഇത് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ എമൗണ്ട് അത്യാവശ്യം 38,000 അറൗണ്ട് വരുന്നുണ്ട്. 38 വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മൈൻഡ്സിന്റെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫോളോവേഴ്സിന് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് ഒരു 5% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ആഡ്സിന് ഫോളോവേഴ്സിന് 5% ഡിസ്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ വേറെ സ്ഥലത്ത് പോയി വാങ്ങിക്കുവാണെങ്കിൽ തന്നെ ഇത് സർവീസോ കാര്യങ്ങളോ കിട്ടാൻ ഭയങ്കര ഇതായിരിക്കും. ചിലപ്പോൾ സർവീസൊന്നും ഉണ്ടാവില്ല.
എന്ന് പറയുമ്പോൾ സർവീസും ഉണ്ടാവും, ലൈഫ് ലോങ് ഇതിന് സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഇനിയുള്ള ഫ്യൂച്ചർ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ മാർക്കറ്റ് ആഡ്സ് ആഡോൺസ് കൂടെ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ടൈം ആണേലും മണി ആണേലും. അപ്പം ഇപ്പം കറന്റ് ഇപ്പം നമ്മൾ ഫണ്ടേഴ്സിനെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അതിന്റെ അഡ്വാൻസ്മെന്റിൽ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊഡക്റ്റിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ചെയ്യുന്ന ഹോളോഗ്രാം ആണ്. അപ്പോൾ 3D വോളിലേക്ക് ഓൾറെഡി ഉണ്ട്. അതിന് പറയുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് അഡ്വർടൈസ്മെന്റ് 3D യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മളത് മുന്നേ ഡിസ്കസ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഹെലിക്യാമില് ഇങ്ങനെയുള്ളൊരു ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ ഇപ്പൊ എന്തെങ്കിലും ഒരു ക്രൗഡഡ് പ്രോഗ്രാംസ് നടക്കുക, അപ്പം അത് ഹെലിക്യാമിൽ ഇങ്ങനെയുള്ള ഹോളോഗ്രാംസ് സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും ആ ഒരു ഇത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ നിലത്ത് വെച്ചിട്ടാണ് ഇപ്പൊ റൺ ചെയ്യുന്നത്. അപ്പൊ അത് ആകാശത്തേക്ക് എത്തുമ്പോൾ നല്ല ഇമ്പാക്ട് ആയിരിക്കും. അപ്പൊ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ക്രൗഡ് ഉള്ളപ്പോൾ ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടും ആ വലിയൊരു ക്രൗഡിന്റെ അറ്റൻഷൻ സീക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെയൊക്കെ ഡെവലപ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ കാഴ്ചക്കാരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പം അതനുസരിച്ച് നമ്മൾ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ ആ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഇമേജസും കാര്യങ്ങളും 3D ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, മാർക്കറ്റിംഗ് ആഡ്സിന് സ്പെഷ്യൽ ഓഫർ ആണ്. ആദ്യം വരുന്ന 20 പേർക്ക് നമ്മൾ 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ 1 year വാറന്റി, പിന്നെ സർവീസ്, പിന്നെ ഇതിൽ പ്ലേ ചെയ്യാനുള്ള കണ്ടന്റ്, ഫസ്റ്റ് കണ്ടന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇത് അഡ്വർടൈസിംഗ് റിലേറ്റഡ് ഉള്ള പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് എന്റെയും മൈൻഡിലുണ്ട്. ഇത് അപ്പം എന്തായാലും നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള അഡ്വർടൈസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി ഇതും ഫോളോ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ആഡ് ഓൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് പേജും ഉണ്ടോ? അതെ, ഇൻസ്റ്റാഗ്രാം യൂട്യൂബും ഉണ്ട്. ഓക്കെ, അപ്പൊ അതും ഫോളോ ചെയ്യുക. അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.